അങ്ങനെ നമ്മുടെ കുഞ്ഞാവയുടെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ്. വേറെ എവിടേക്കും അല്ല, നാട്ടിൽ തന്നെ. ഒരു ന്യൂ ബോൺ ആയിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ എടുക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം ഉണ്ടായിട്ടില്ല. സോ നാട്ടിലേക്ക് വേണ്ട നോർമൽ പാക്കിംഗ് ഒക്കെ ഒരുവിധം തീർത്തു. ഇനി ഈ സ്ട്രോളർ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ബിഗ്ഗർ സൈസ് ആയതുകൊണ്ട് തന്നെ ലഗേജ് ഇടേണ്ടി വരും എന്ന് ഓർത്തിട്ട് നമ്മൾ അത് ഒഴിവാക്കി. ഈ ബ്ലാക്ക് ബാഗിൽ കുഞ്ഞാവന്റെ സാധനങ്ങളാട്ടോ മൊത്തം. ബാക്കി കാർട്ടൂണിലൊക്കെ മോസ്റ്റ്ലി ഡയപ്പേഴ്സ് ആണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരു സാധനം കണ്ടത്. എയർപോർട്ടിൽ തന്നെ ഫ്രീ ആയിട്ട് സ്ട്രോളർ എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്, പക്ഷെ 6 മാസം കഴിയണം. സോ നമുക്ക് പറ്റില്ല. അല്ല ഫ്രണ്ട്സ്, നിങ്ങളുടെ കുഞ്ഞാവയ്ക്കൊക്കെ ഇപ്പൊ എത്രയായി? എല്ലാവർക്കും സുഖമല്ലേ? ഇവൻ ഈ നോക്കുന്നുണ്ടോ? നമ്മൾ ഗേറ്റിലേക്ക് നടക്കുകയായിരുന്നു. സോ ആ സൈഡിലായിട്ട് കുട്ടികൾ കളിക്കുന്ന കണ്ടിട്ടാണ് ഈ നോക്കുന്നത്. ഗേറ്റിൽ എത്തിയ പാടെ ഫീഡ് ചെയ്യാനുള്ള സ്ഥലമാണ് തപ്പിയത്. സോ ഫ്ലൈറ്റ് കയറുമ്പോൾ കരാതിരുന്നോളൂല്ലോ. ഇതാണ് ഫീഡിംഗ് റൂം. പക്ഷെ എനിക്ക് അകത്തെ ഫെസിലിറ്റീസ് ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അകത്താളുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഇനിയാണ് വലിയ ടെൻഷൻ. ഫ്ലൈറ്റ് പൊങ്ങുമ്പോഴുള്ള പ്രഷർ ഇവനെ താങ്ങുമോ? സോ ഇത് ബേബീസിന് വെച്ച് കൊടുക്കുന്ന ഒരു ഹെഡ്സെറ്റ് ആണ്. ഇത് വെച്ച ഓവർ നോയ്സ് ഒക്കെ ഹെഡ്സെറ്റ് കട്ട് ചെയ്ത് ഒരു നോർമൽ സറൗണ്ടിങ് ആക്കി കൊടുക്കും. പിന്നെ പ്രഷറിനെ ഒരുവിധം കൺട്രോൾ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞാവ കാം ആൻഡ് ക്വയറ്റ് ആയിരുന്നു. പിന്നെ ക്യാബിൻ ക്രൂ മെമ്പേഴ്സ് ഒക്കെ ഇടയ്ക്ക് വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫീഡിങ്ങിന്റെ ടൈമും ഡയപ്പർ ചേഞ്ചിങ്ങിന്റെ ടൈമും എല്ലാത്തിനും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. സോയിമോന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ലാൻഡ് ചെയ്തപ്പോൾ നമ്മളൊരു ഫോട്ടോയ്ക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ഈ പാവം ഞെന്നുനെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.